സുവിശേഷം എത്തിയപ്പോഴാണ് അവർ നരസ്നേഹികളായി മാറിയത്. കേരളത്തിന്റെ പല ജയിലറകളിലും ഈ സുവിശേഷം എത്തിയപ്പോൾ കൊലപാതകികൾ സുവിശേഷകന്മാരായി മാറി. മനുഷ്യന്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യന്റെ മനസ്സിൽ വ്യത്യാസം വരുത്തുന്ന, മനുഷ്യന്റെ ജീവിതത്തെ പുതുക്കിപ്പണിയുവാൻ കഴിയുന്ന ഒരു സന്ദേശം ഇന്ന് ലോകത്തുണ്ടെങ്കിൽ സുവിശേഷം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തെരുക്കോണുകളിൽ നിന്ന് ലജ്ജ കൂടാതെ ഈ സുവിശേഷത്തെ, യേശുക്രിസ്തുവിനെ ഉയർത്തി സംസാരിക്കുന്നത്. ഈ യേശുക്രിസ്തു ആരുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ അവൻ ദിവ്യമായ സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. അവൻ ആത്മഹത്യയിൽ നിന്ന് മടങ്ങി വന്നിട്ടുണ്ട്, മരണത്തിൽ നിന്ന് മടങ്ങി വന്നിട്ടുണ്ട്, രോഗത്തിൽ നിന്ന് മടങ്ങി വന്നിട്ടുണ്ട്. അതേ സ്നേഹിത, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും മദ്യപാനശീലത്തിന് അടിമയാണോ, ഏതെങ്കിലും മാരകമായ രോഗത്തിന് അടിമയാണോ, ഏതെങ്കിലും കടഭാരങ്ങളാൽ ജനിക്കുന്ന വ്യക്തിയാണോ, നിന്നെക്കൊണ്ട് സ്വയമായി പരിഹരിക്കുവാൻ കഴിയാതെ കുഴങ്ങുന്ന ഏതെങ്കിലും പ്രതിസന്ധികൾ കടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? ഇന്ന് പകൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു യേശുവുണ്ട്. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നിന്റെ അടുക്കലുണ്ട്. അതെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടില്ലെന്നും, ദൈവത്തിന് കേൾക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല എന്നും ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു. പിന്നെ എന്താണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാത്തത്? അവിടെ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന ഒരു ഘടകമുണ്ട്. അത് മനുഷ്യന്റെ പാപമാണ്. മനുഷ്യൻ പാപം ചെയ്യുന്ന മനുഷ്യനോട് ദൈവത്തിന് അടുത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. പാപം മാറി ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു നല്ല മനുഷ്യനായി തീരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, യേശുദാസ് പാടിയ ഒരു പഴയ പാട്ടിങ്ങിനോട്: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഈശ്വരൻ, ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. അവസാനം എങ്ങനെ? അവസാനം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, ഹൃദയമാണ് ഈശ്വരന്റെ വാസസ്ഥാനമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതേ പ്രിയ സ്നേഹിത, ഹൃദയമാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ആലയം, ഹൃദയമാണ് ദൈവം വസിക്കാനിരിക്കുന്ന ഇടം. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദൈവത്തിന്റെ മന്ദിരത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത്. ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. മനുഷ്യൻ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ സിമെന്റ് കൊണ്ടോ കട്ട കൊണ്ടോ ഒക്കെ കെട്ടി ഉയർത്തിയ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നവനല്ല ദൈവം. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടം ഭൂമിയിലുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ഹൃദയമാണ്. വചനം പറയുന്നത്: 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അതിന്റെ നടുവിൽ ഞാനുണ്ട്. പിന്നെ മറ്റൊരു ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നു: ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ നിന്റെ ഹൃദയമാണ്. അവിടെ ദൈവം വസിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? വചനം പറയുന്നു: എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പൊ മനുഷ്യൻ പാപത്തിലാണ് ജനിക്കുന്നത്. 2 വിധ പാപങ്ങളുണ്ട് മനുഷ്യരിൽ. ഒന്ന് ജന്മപാപം, മറ്റൊന്ന് കർമ്മപാപം. ജന്മപാപം എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപം. ആദാമിനോട് പറഞ്ഞ കൽപ്പന ലംഘിച്ചതിന്റെ ഫലമായി, ആദാം ചെയ്ത കൽപ്പനാലംഘനത്തിന്റെ ഫലമായി ആദാമിലുണ്ടായ കൽപ്പനാലംഘനത്തിന്റെ പാപം ആദാമ്യ മനുഷ്യർക്ക് മുഴുവനുമുള്ള പാപമുണ്ട്. 2ാമത്തെ പാപമാണ് കർമ്മപാപം. പ്രവൃത്തിയിലൂടെ നമ്മൾ ചെയ്ത പാപങ്ങൾ. ഈ 2 പാപങ്ങൾക്കും പരിഹാരം വരുത്തുമ്പോഴാണ് ഒരുവന് യഥാർത്ഥമായി ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ പാപത്തിന്റെ പരിഹാരം? ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ടോ, നേർച്ച കാഴ്ചകൾ നടത്തുന്നത് കൊണ്ടോ, പെരുന്നാളുകൾ നടത്തുന്നത് കൊണ്ടോ, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് കൊണ്ടോ, വീട് വെച്ചു കൊടുക്കുന്നത് കൊണ്ടോ നമ്മുടെ പാപം പരിഹരിക്കപ്പെടുമോ? ഇല്ലേ, ഇല്ല. എന്റെ കാരണം എന്താ? പാപപരിഹാരത്തിന് വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളെന്ന് ബൈബിൾ പറയുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നസ്രയനായ യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടിയാ. ആ യേശുക്രിസ്തുവാണ് പാപപരിഹാരകൻ. ആ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പാപം പരിഹരിക്കപ്പെടുകയില്ല. എങ്ങനെയാണ് യേശുക്രിസ്തുവിലൂടെ പാപം പരിഹരിക്കപ്പെടുന്നത്? നമ്മൾ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടുന്ന സ്ഥാനത്ത് നരകതുല്യമായിരിക്കുന്ന പാപം ചെയ്ത് നമ്മുടെ നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചുകൊണ്ട് ദൈവത്താൽ ഒരുക്കപ്പെട്ട നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കേണ്ടതിന് വേണ്ടി നമ്മുടെ പാപം നമുക്ക് വേണ്ടി, നമുക്ക് പകരമായി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി യേശു മരണപ്പെട്ടു.
ബൈബിള് പറയുന്നു, പാപമില്ലാത്തൊരുവൻ പാപികളായ മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കപ്പെടണം. യേശുവിൽ ഒരു പാപവും ഇല്ല എന്ന് ലോകത്തിന്റെ മുമ്പാകെ തെളിയിക്കപ്പെട്ടതാണ്. യേശു ഒരിക്കൽ പൊതുസമൂഹത്തിന്റെ നടുവിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ ബോധ്യപ്പെടുത്താൻ കഴിയും? ലോകത്തിൽ ഒരു മനുഷ്യന് പോലും യേശുവിന്റെ പാപത്തെ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, യേശു കുറ്റവാളിയായി പിടിക്കപ്പെട്ട് പീലാത്തോസിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ, ഹെരോദോസിന്റെ കോടതിയിൽ നിൽക്കുമ്പോഴൊക്കെ അനവധി ചോദ്യങ്ങൾ യേശു നേരിട്ടു. ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം പറഞ്ഞു. യേശുവിന്റെ മുമ്പിൽ അവസാന വിധി വന്നു. സുപ്രീം കോടതിയായിരിക്കുന്ന പീലാത്തോസ് വിധിച്ചു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, മരണയോഗ്യമായത് യാതൊന്നും ഇവൻ ചെയ്തിട്ടില്ല. ലോകത്തിന്റെ മുമ്പാകെ യേശു കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കപ്പെട്ടു. ഒരു ഭാഗത്ത് പാപം ചെയ്ത മനുഷ്യവർഗം, പാപിയായ മനുഷ്യവർഗവും, മറുഭാഗത്ത് പാപരഹിതനായിരിക്കുന്ന നസറേയനായിരിക്കുന്ന യേശു. പാപരഹിതനായിരിക്കുന്ന നസറേയനായ യേശു പാപികളും കുറ്റവാളികളുമായ മനുഷ്യവർഗത്തിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഭാരമേറിയ മരക്കുരിശ് യേശു വഹിച്ചു. തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അവർ ആഞ്ഞടിച്ചു എന്ന് വായിക്കുന്നു. അവന്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ കീറപ്പെട്ടു എന്ന് വായിക്കുന്നു. എന്തിനാ സ്നേഹിത യേശു മുറിവേറ്റത്? എന്തിനാണ് യേശു അപമാനിക്കപ്പെട്ടത്? യേശു എന്തിനാണ് തുപ്പലേറ്റത്? യേശു എന്തിനാണ് ഉപദ്രവിക്കപ്പെട്ടത്? നീയും ഞാനും ഏൽക്കേണ്ടുന്ന ഉപദ്രവം, നീയും ഞാനും ഏൽക്കേണ്ടുന്ന പാപത്തിന്റെ ശിക്ഷ നമുക്ക് പകരമായി യേശു ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി അവൻ അപമാനിക്കപ്പെട്ടു, നമുക്ക് പകരമായി അവൻ വേദനിക്കപ്പെട്ടു, നമുക്ക് പകരമായി അവൻ കഷ്ടം സഹിച്ചു, നമുക്ക് പകരമായി അവൻ പാപം വഹിച്ചു. ആ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെയാണ് സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമുണ്ടായത്.